പാട് കുട്ടുപാട്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി വന്നല്ലോ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടി കൊടുത്തല്ലോ ഉണ്ണിച്ചാടി വന്നല്ലോ. ഓണത്തുമ്പി നല്ല പറക്കണു. അത്തം 10 പൊന്നോണം എന്നതൊക്കെ പണ്ട്. ഇപ്പോൾ ചിങ്ങം 10 പൊന്നോണം ഈ മാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചിങ്ങം 1 കേരളം മുഴുവൻ ഓണത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൽപ്പാത്തിയിലെ അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ് ചിങ്ങം 1. അപ്പോൾ ഇന്ന് തൊട്ട് കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് തൊട്ട് തുടർന്ന് വീഡിയോ ചെയ്യണം. 8ൻ്റെ പണി യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കൽപ്പാത്തി അമ്പലത്തിൽ പോവാണ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. ഫാമിലി വ്ളോഗ്സിൻ്റെ ഇതൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് കൽപ്പാത്തി ശിവക്ഷേത്രം. ഞാൻ നാളെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൽപ്പാത്തി ശിവക്ഷേത്രം മൊത്തം പൊളിച്ചിട്ട് പുതുക്കി പണിയായിരുന്നു. ഇപ്പോൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ടായിരുന്നു. വലിയതായിട്ട് കുംഭാഭിഷേകമൊക്കെ നടത്തിയിട്ടാണ് പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ദിവസം വന്ന് പെട്ടെന്ന് പോയി തൊഴുതിട്ട് വന്നതായിരുന്നു. അതിനുശേഷം ചിങ്ങം 1 തീയതിയാണ് കുറേ നാളുകൾക്ക് ശേഷം അമ്പലത്തിൽ പോയി തൊഴുതത്. അങ്ങനെ അമ്പലത്തിൽ പോയി കതിരി കിട്ടി. ഇന്ന് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ അരിൻ്റെ പായസം തോന്നുന്നു. പിന്നെ ഒരളവേ ഇല്ല, എത്ര വേണം കുറിച്ച് പായസം. എന്താ തിരക്കില്ലാത്തത്? ശിവന്റെ അമ്പലത്തിൽ മാത്രം ഒന്ന് തിരക്കുണ്ടാവുള്ളൂ തോന്നുന്നു അല്ലേ? അല്ല കേട്ടാ കേട്ടാ, അത്തം കറുത്ത ഓണം വെളുക്കുന്നാണ് ചൊല്ല്. അതായത് ഇന്നലെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഇന്നലെയാണ് അത്തം 10 പൊന്നോണം എന്നാണ്. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയാണെന്നറിയോ? ഇപ്രാവശ്യം എങ്ങനെയാണെന്നറിയോ? അത്തം 10 പൊന്നോണം, ചിങ്ങം 10 പൊന്നോണം. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് വേണ്ട. അപ്പോൾ കാണിച്ചത് ഇന്നത്തെ 10 ദിവസം, ചിങ്ങം 1 തീയതിയാണ്. ഇന്നത്തെ 10 ദിവസമാണ് തിരുവോണം വരുന്നത്. അപ്പോൾ സാധാരണ അത്തം കറുത്ത ഓണം വെളുക്കുന്നല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഇനി എങ്ങനെയാണ് നോക്കാമല്ലോ. കാരണം ചിങ്ങം 10 ഓണം വരുന്നത്. അപ്പോൾ ഇന്ന് മഴയുണ്ട്. പിന്നെ ഓണത്തിന് മഴ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. വെയിലും മഴയും കൂടി ഉള്ളതാണ്. എന്താണ് ഏട്ടാ കാണിക്കുന്നേ? അല്ല, നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല മഴയുണ്ട്. മഴ വെറുതിട്ടാടിന്ന്. ഇത് കണ്ട, ഇത് അത്തം 16 തീയതി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 തിരുവോണം വരുന്നത്. അപ്പോൾ 11 നമ്മൾ തിരുവോണം അത്തം 10 തിരുവോണം എന്നല്ലേ. അപ്പോൾ 11 തിരുവോണം വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 18 തീയതിയും 19 തീയതിയും ഈ ചോതി നക്ഷത്രം വരുന്നുണ്ട്. അതെന്താ അങ്ങനെ? ഒരു മാസത്തിന് 2 ദിവസം ഒരേ നക്ഷത്രമോ? അതുകൊണ്ടാണോ ഇങ്ങനെ മാറിയതെന്ന് അറിയില്ല. ഞാൻ വീഡിയോ എടുക്കണം കേട്ടാ. നോക്കി കലണ്ടറിൽ ഒരു വ്യത്യാസം നോക്കി. അതല്ല, ഇത് നോക്കി സത്യം പറഞ്ഞ. സാധാരണ ഇല്ലേ അത്തം 10 തിരുവോണം വരിക. ഇത് 16 തീയതിയാണ് അത്തം വന്നിരിക്കുന്നത്. ഇവിടുന്ന് എണ്ണിക്കഴിഞ്ഞാൽ തിരുവോണത്തിന് 10 ദിവസം വരാൻ പാടുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കണ്ടോളേ.
11-നാണ് തിരുവോണം വരുന്നത്. ഇതന്നെ അതെന്തുകൊണ്ടാണെന്ന് അറിയോളെ? 18-ാം തീയതിയും 19-ാം തീയതിയും ചോതി നക്ഷത്രം വരുന്നു. അതെ അതെങ്ങനെ 2 ദിവസം ഒരേ നക്ഷത്രം വരും? ഒന്ന് മൊത്തത്തിൽ കലണ്ടർ എഴുതിയ ആൾക്ക് തെറ്റിയതാണോ ഇനി എന്താണ് സംഭവം എന്നറിയില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്നും അറിയില്ല. കൊടക്കട അപ്പോൾ ഇത് എല്ലാവരും അത്തം 10-ന് പൊന്നോണം പറയണത് മാറ്റിയിട്ട് ചിങ്ങം 10-ന് പൊന്നോണം. എങ്ങനെ ഇരുന്നത് പൊന്നല്ല കൂടു അത്തം 10-ന് 1 2 അങ്ങനെയല്ലടാ. ചിങ്ങം 10-ന് പൊന്നോണം പറ. ചിങ്ങം 10-ന് പൊന്നോണം. ആ ഇനി പുതിയത് അങ്ങനെ നമ്മ പറയില്ലേ? ചിങ്ങം 10-ന് പൊന്നോണം. ചിങ്ങം 10-ന് പൊന്നോണം. ആ ജ്യൂസ് കുടിക്കാൻ കൂടി ഇവിടെ കുട്ടികളോട് പറയിപ്പിക്കണത്. ചിങ്ങം 10-ന് പൊന്നോണം. ഏ ചിങ്ങം 10-ന് പൊന്നോണം. ഏ ചിങ്ങം 10-ന് പൊന്നോണം. ചിങ്ങം 10-ന് പൊന്നോണം. മലയാളം പാട്ട് വരില്ലെങ്കിൽ പിന്നെ എന്ത് ഇത്ര ബുദ്ധിമുട്ട് പാടുന്നത്? മലയാളം പാട്ട് എനിക്ക് വരില്ല. ഒരു ഓണത്തിന് പറ്റിട്ട് ഒരു പാട്ട് പാടി. എന്തായാലും ഇന്ന് ചിങ്ങം 1 അറിയോ? ഏതെങ്കിലും ഒരു പാട്ട് ഒരു ഓണത്തിനെ പറ്റി 4 വരി. മലയാള പാട്ട് പാടുന്നതേ കഷ്ടം. ഇത് ഓണത്തിനുള്ള പാട്ട് എന്നെ കൊണ്ട് പാടാൻ പറഞ്ഞാ ഞമ്മള് പാടുന്ന അതൊക്കെ മറ്റെന്താ പറയാ, ഏതെങ്കിലും ഒരു പാട്ട് ഓണത്തിനെ പറ്റി പാട്ടേ അറിയില്ലേ? ഓണം അറിയില്ല. ദീപാവലിനെ കുറിച്ച് പാടാറില്ല. ദീപാവലിനെ കുറിച്ച് പാടിയോ എനിക്കറിയാം. ഞാനാ എനിക്കറിയും. അതല്ല അന്നെ ഞാൻ പറഞ്ഞു എന്താണ് കേട്ടോ. എന്നാലും ഈ എന്താ പറയാ കേരളത്തിൽ ഇരുന്നിട്ട് ഓണത്തിനെ പറ്റി ഓണത്തുമ്പി. അയ്യോ നിനക്കറിയോ ഓണത്തിനെ പറ്റി പാട്ട്? ഓണപ്പാട്ട് പാട്. ഓണത്തുമ്പി. അതാ പറ്റിയ ആള്. അതല്ല വിടൂ, നിനക്ക് ഓണത്തിനെ പറ്റി പാട്ടറിയില്ല? ഓണം വന്നല്ലോ പാട് കുട്ടു പാട്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടികൊടുത്തല്ലോ പെണ്ണിച്ചാടി വന്നല്ലോ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടികൊടുത്തല്ലോ പെണ്ണിച്ചാടി വന്നല്ലോ. ഓണത്തുമ്പി നല്ല പറക്കണു. ഓണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള പൂവാണ് തുമ്പപ്പൂ. ഇതാണ് തുമ്പപ്പൂ. ഇന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ നിറയെ തുമ്പപ്പൂ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ കുട്ടികൾക്ക് ഈ തുമ്പപ്പൂവും ഓണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം അത് അപ്പോൾ ഒരു കഥയായിട്ട് പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള പൂവാണ് തുമ്പപ്പൂ. അത്തം തൊട്ട് 10 ദിവസം നമ്മൾ പൂക്കളം ഇടുമ്പോൾ തുമ്പപ്പൂ ചേർത്ത് ഇടണം എന്നാണ് പറയാറ്. മഹാബലി പ്രജകളെ കാണാനെത്തുന്ന സമയത്ത് മറ്റ് സുന്ദരികളായ പൂക്കളെല്ലാം തുമ്പയോട് പറഞ്ഞത്രേ, നിന്നേക്കാൾ സുന്ദരികളാണ് ഞങ്ങൾ, അതുകൊണ്ട് മഹാബലി വരുന്ന സമയത്ത് ഞങ്ങളിൽ മാത്രമേ പരിഗണിക്കുള്ളൂ, നിനക്ക് ഭംഗിയില്ലാത്തത് കൊണ്ട് നിന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ഇല്ല എന്ന് തുമ്പയോട് പറഞ്ഞു. അപ്പോൾ തുമ്പപ്പൂ ഭയങ്കര സങ്കടത്തോടെ തല താഴ്ത്തി നിന്നു. മറ്റുള്ളവരെ പോലെ സൗന്ദര്യമില്ലാത്തത് കൊണ്ട് എന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലുമില്ല, അതുകൂടാതെ അവരെക്കാളും ഏറ്റവും ചെറുതായതുകൊണ്ട് എന്നെ ആരും അറിയുക പോലും ഇല്ല. അങ്ങനെ ഒരുപാട് സങ്കടത്തോടെ തല താഴ്ത്തി മാറി നിന്നു. എന്നാൽ മഹാബലി വന്നതും കുഞ്ഞി പൂവ് സങ്കടത്തോടെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ പൂവിനെ വാരിയെടുത്ത് മൂർധാവിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എപ്പോൾ വരുമ്പോഴും മുന്നിൽ നിൽക്കേണ്ടത് നീയാണ്, നിന്നെക്കാൾ സുന്ദരി വേറെ ഇല്ലെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തം തൊട്ട് പൂക്കളം ഇടുമ്പോൾ തുമ്പപ്പൂവും കൂടി ചേർത്ത് വേണം ഇടാൻ. അപ്പോൾ ഈ കഥ മനസ്സിലായല്ലോ. അതുകൊണ്ടാണത്രേ തുമ്പപ്പൂവിന് ഓണത്തിന് ഭയങ്കര പ്രാധാന്യമുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടെയാണ് തുമ്പപ്പൂ. തുമ്പയാണെങ്കിലും മുക്കുറ്റിയാണെങ്കിലും ഒന്നും തന്നെ ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. അപ്പോൾ അപൂർവമായിട്ട് കണ്ടതുകൊണ്ട് ആ ചെടി ഞാൻ വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ പണ്ടുള്ള കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ പാടത്ത് പോയിട്ടും വയലിലെ സൈഡിലൊക്കെ പോയിട്ട് അതേപോലെ തോട്ടിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് ഒരുപാട് പൂക്കൾ പറിച്ചിട്ടാണ് പൂക്കളം ഇടുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡാണ്. ഇപ്പോൾ പൂക്കൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പൂക്കൾ റെഡിമെയ്ഡ് കാശ് കൊടുത്ത് വാങ്ങിയതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനേക്കാളും
നമ്മൾക്ക് പൂക്കളം പോലും ഇടണ്ട. ഇന്ന് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പൂക്കളം റെഡിമെയ്ഡായിട്ട് ഇട്ടത്. ഈ ചവിട്ടി പോലെയൊക്കെ പൂക്കളം സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടാൽ മാത്രം മതി. ഓണം കഴിഞ്ഞ് നമ്മൾക്ക് അതെടുത്ത് മടക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്ത വർഷത്തേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. കാലം പോയൊരു പോക്കേ. എന്നാലും പൂക്കളം നേരത്തെ പൂക്കളം ഇടാൻ നമ്മൾ തോട്ടിലും എന്താ പറയുക മറ്റേ പാടത്തൊക്കെ പോയി പൂ പറിച്ചിട്ടായിരുന്നു ഇട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ കാശ് കൊടുത്ത് പൂ വാങ്ങിയിടാൻ തുടങ്ങി. ഇപ്പോൾ റെഡിമെയ്ഡായിട്ടേ പൂക്കളം കിട്ടാൻ തുടങ്ങി. സദ്യയാണെങ്കിലും ആരും ഇപ്പോൾ സദ്യ അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറില്ല. അതും റെഡിമെയ്ഡായിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം, ഉണ്ണണ സമയമാകുമ്പോൾ വരും. ഇനി കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഓണം എന്താണെന്ന് ചോദിക്കും.